ഇതൊരു മോട്ടോ GP എഞ്ചിനെ നമ്മൾ പറഞ്ഞ് അനുനയിപ്പിച്ച് റോഡിലേക്ക് കൊണ്ടുവന്നതാണ്. അതാണ് മൾട്ടിസ്ട്രാഡ V4ൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്, ഗ്രാൻഡ് ടറിസ്മോ എഞ്ചിൻ. ഞാൻ 123 ക്രൂസ് കൺട്രോൾ ഇട്ടിട്ടും 113 പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ സ്പീഡ് കൊണ്ടാണ്. ഞാൻ ഈ ലൈനിലേക്ക് വരികയാണ്, സ്പീഡ് കൂടി, ഞാനല്ല ത്രോട്ടിൽ ചെയ്തത്. പക്ഷേ നേരെ മറിച്ച് ഞാനിതാ വണ്ടിയുടെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് ചെയ്ത് തുടങ്ങി. ആണോ, ഇതാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ഈ ലൈനിലേക്ക് വന്നു, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് മുന്നിലില്ല, നമ്മൾ പോവാണ്. രാജാവെന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം കിരീടമില്ല. രാജകുമാരെന്നും വിളിക്കാൻ പറ്റില്ല, കാരണം രാജാവിനേക്കാൾ മേലെയാണ്. ദൈവത്തിനും രാജാവിനും ഇടയിലുള്ളൊരു ലിങ്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നില്ല. ഒരു പക്ഷേ ലൂസിഫറിനും രാജാവിനും ഇടയിലുള്ളൊരു ലിങ്കാണെങ്കിലോ? യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ V4 റാലി. വാട്ട്സ്ആപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മിസൈൽ ബൈക്കാണ്, ഡുക്കാട്ടിയുടെ മൾട്ടിസ്ട്രാഡ V4 റാലി. ഇതിനു മുമ്പ് മൾട്ടിസ്ട്രാഡയുടെ V4 ഈ ചാനലിൽ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റാലി എഡിഷനാണ്, അതായത് സ്പോക്ക് വീൽസ് വെച്ച് വരുന്ന ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് എന്താ പറയുക, ഓഫ് റോഡ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അതിമാരക മിസൈൽ ബൈക്ക് എന്ന് തന്നെ വേണം പറയാൻ. അപ്പം കുറച്ച് ദിവസമായിട്ട് ഈ ഒരു വണ്ടി ഓടിക്കുന്നുണ്ട്. എൻ്റെ ആകെ കൂടുതലുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇത്രയും ഓടിക്കാൻ കിട്ടുമെന്നുള്ളൊരു കാര്യം എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു. ഇത്രയും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലൊക്കെ ഒരു ട്രിപ്പിനൊക്കെ പോയിട്ട് ഈ ഒരു വണ്ടി ഓടിക്കായിരുന്നു. അപ്പം നാളെ ഈ വണ്ടി തിരിച്ചു കൊടുത്താൽ മതി. അത്രയും ദിവസം ഞാൻ ഈ ഒരു വണ്ടിയുടെ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഞാൻ വിളിക്കുന്നത് ദ ഡെവിൾസ് ഓൺ സൺ എന്നാണ്. അതിന് വേറെ കുറേ പ്രത്യേകതകളുണ്ട്. 2 പ്രത്യേകത. ലുക്ക് അറ്റ് ദാറ്റ് ഐസ്. ആ കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം എന്താ പറയുക, ഒരു സുഖിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ണൊന്നുമല്ല, കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള, അതിന് പിന്നിൽ എന്തൊക്കെയോ മറച്ച് പിടിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ണാണ് ആ കാണുന്നത്. ആ ഒരു ഹെഡ്ലൈറ്റ്, അതിൻ്റെ ഒരു ബീക്ക് സെക്ഷൻ നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. അതിൻ്റെ നടുവിൽ ആ ഒരു ഫ്ലാറ്റ് സ്പോട്ട് കാണുന്നത് അതിൻ്റെ റഡാറാണ്. ഇതിന് റഡാർ സിസ്റ്റം വരുന്നുണ്ട്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് സ്റ്റോറിംഗ് മോട്ടോർ സൈക്കിൾസിൻ്റെയൊക്കെ ഒരു മേലെയൊക്കെയാണ്. ഞാൻ രാജാവെന്ന് വിളിക്കില്ല, കാരണം പറഞ്ഞല്ലോ രാജാവിന് മേലെയായിട്ടാണ് ഇതിൻ്റെ ഒരു ഫീൽ കിടക്കുന്നത്. അപ്പം ഒരുപാട് ഇലക്ട്രോണിക്സും ടെക്കും വരുന്നൊരു വണ്ടിയാണ്. വലിയൊരു ടാങ്കാണ്, 30 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു സൈഡ് ഫിൻസും കാണാൻ ഭയങ്കര രസമുണ്ട്. ഹീറ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര നന്നായിട്ടുണ്ട് പ്രീവിയസ് വേർഷൻ ഡുക്കാട്ടീസ് വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ 1156cc ഡുക്കാട്ടി V4 ഗ്രാൻഡ് ടറിസ്മോ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പോക്ക് വീൽസ് കാണാം. ഇതിനൊരു ലോവേഡ് സീറ്റായിട്ടുള്ള ഒരു വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇപ്പം കഴിഞ്ഞ വണ്ടീനകത്ത് ഞാൻ ശരിക്കും ടിപ്പ് ടോയിങ് ആയിരുന്നു, ഇതിനകത്തും ടിപ്പ് ടോയിങ് ആണ്, പക്ഷേ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. എവിടെ വേണമെങ്കിലും എനിക്ക് കൊണ്ടുപോകാനുള്ള ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഇതിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട്. സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് കംഫർട്ടബിൾ ആണ്. ആ കൂടെ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ എക്ര പൗച്ച് ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നില്ല. എക്ര പൗച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരെയധികം ഹാപ്പി ആയേനെ. അപ്പം നമുക്കിങ്ങനെ നിർത്തിയിട്ട് സംസാരിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കുറച്ച് ത്രോട്ടിൽ കൊടുത്ത് സംസാരിക്കാം. വരും. അപ്പോൾ വണ്ടി കയറുമ്പോൾ തന്നെ പറഞ്ഞ പോലെ 2 സൈഡും അത്രയ്ക്കും കാലൊന്നും എത്തുന്നില്ലെങ്കിലും ബട്ട് സ്റ്റിൽ ഇറ്റ് ഹോൾഡ്സ് ഗുഡ്. കീലെസ് എൻട്രിയാണ്. നല്ലൊരു ഡയലാണ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ നീറ്റ്ലി റീഡബിൾ ആസ് വെൽ. പിന്നെ 4 റൈഡിംഗ് മോഡാണുള്ളത്. ഇപ്പുറത്തെ സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സസ്പെൻഷൻ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഓട്ടോ ലെവലിംഗ് വേണോ, അതായത് ഞാനിപ്പം ലോവർ സെറ്റിങ്സിലായിരിക്കുന്നു, വണ്ടി ഓടുന്ന സമയത്ത് ഇത് തന്നെ പൊങ്ങി ഇരിക്കും. അത് കഴിഞ്ഞ് വണ്ടി നിർത്തുന്ന സമയത്ത് സസ്പെൻഷൻ താങ്ങി വരും. അപ്പോൾ റൈഡറും പാസഞ്ചറും ബാഗേജും വെച്ചിട്ടാണോ പോകുന്നത്, അത് റൈഡറും പാസഞ്ചറും മാത്രമാണോ, റൈഡറും ബാഗേജും മാത്രമാണോ, റൈഡർ മാത്രമാണോ? അപ്പോൾ ഞാനിപ്പോൾ ഓട്ടോമാറ്റിക് സെറ്റിങ്സിലേക്ക് ഇടുകയാണ്. മൊത്തത്തിൽ റൈഡിംഗ് മോഡ് എന്ന് പറയുന്നത് സ്പോർട്ടുണ്ട്, ഏർബൺ ഉണ്ട്, എൻഡ്യൂറോ ഉണ്ട്, ടോറിംഗ് ഉണ്ട്. പേര് പറയുന്ന പോലെ തന്നെ സ്പോർട്ട് എന്ന് വെച്ചാൽ ഫുൾ പവർ, ഏർബൺ എന്ന് പറഞ്ഞാൽ പവർ കട്ടുണ്ട്, എൻഡ്യൂറോ എന്ന് പറഞ്ഞാൽ പവർ കട്ടുണ്ട്. പക്ഷേ പവർ കട്ടല്ല, പവറിൽ കുറച്ചൊരു കട്ടുണ്ട്. പിന്നെ ഓഫ് റോഡ് സെറ്റിങ്സ് കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി ABS ട്രാക്ഷൻ കൺട്രോളോ വീൽ കൺട്രോളോ ഒന്നും ഓഫ് ചെയ്യുന്നില്ല. വീൽ കൺട്രോൾ ഇതിനകത്ത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ടൂറിംഗ് എന്ന് പറയുന്നത് ത്രോട്ടിൽ കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ടൂർ ചെയ്യാൻ പറ്റും, എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ജേർക്കി ത്രോട്ടിലല്ലാണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ സ്പോർട്ട് മോഡ്. അതൊരു CB 1000 പോകുന്നത് ബ്യൂട്ടിഫുൾ ബൈക്ക്. പിന്നെ ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസും വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിലുള്ള ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിൽ സ്വിച്ചാണ്. ഈ മിററിൻ്റെ മുകളിൽ ലൈറ്റ് കാണുന്നുണ്ടാവും, നിങ്ങളിപ്പോൾ ചോദിക്കാനും സാധ്യതയുണ്ട്. അത് ഇതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടേഴ്സാണ്. അതായത് ഇവിടെ ഒരു വണ്ടി ബ്ലൈൻഡ് സ്പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, ഇവിടെ വന്നിട്ടുണ്ട് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ബ്ലിങ്ക് ചെയ്യല്ല, കാണിക്കും. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ടേൺ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ബ്ലിങ്ക് ചെയ്ത് കാട്ടും. അപ്പം നമുക്ക് വണ്ടി ഓണാക്കാം. ഈ പറഞ്ഞ ടെക്നോളജി ആക്ച്വലി റഡാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും റഡാറുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു സംഭവം വണ്ടിയാണ്. ഒരു 7000 RPM കഴിഞ്ഞാൽ ഈ V4 പിന്നെ വേറൊരു ആനിമലാണ്. ഇത് ചെറിയ RPM അല്ല, ആക്ച്വലി ഇതിന് വലിയൊരു സ്പീഡുള്ള പോലെ തോന്നില്ല. പക്ഷേ
നമുക്ക് ചെറിയ RPM വേണ്ട. ഞാനിപ്പോൾ എത്ര സ്പീഡ് പോകുന്നത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല, കാരണം എൻ്റെ കണ്ണ് റോട്ടിലായിരുന്നു. ഇതാണ് പറഞ്ഞത്, ഇതൊരു മോട്ടോ GP എഞ്ചിനെ നമ്മൾ പറഞ്ഞ് അനുനയിപ്പിച്ച് റോഡിലേക്ക് കൊണ്ടുവന്നതാണ്. അതാണ് മൾട്ടിസ്ട്രാഡ V4ൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. ഗ്രാൻ ടറിസ്മോ എഞ്ചിൻ 1156 V4 ആണ്. ഈ V4ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊരു ചെറിയൊരു ഡീറ്റ്യൂണ്ടാണ്, കാരണം നമ്മുടെ റോഡിൽ നമ്മൾ ട്രാക്കിൽ പോകുന്ന പനികാല V4ന് 300 ക്രോസ് ചെയ്യാൻ പറ്റുമ്പം ഇതിന് 200 പുട്ടുപോലെ ക്രോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 200 ക്രോസ് ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ 200 ഇസ് നത്തിങ് ഓൺ ദിസ്. ഒരു 200-240 വേണമെങ്കിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു പവർ ഡെലിവറിയാണ്, അതൊരു വേറെ രീതിയിലാണ്. അപ്പോൾ ഇത്രയൊക്കെ പവർ വരുന്നൊരു സമയത്ത് നമുക്കിപ്പോൾ ചോദിക്കാം ഇതെങ്ങനെ സ്റ്റേബിളായിട്ട് ഓടുന്നു എന്ന്. അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് അപാരമാണ്. ഈ ഒരു ബൈക്ക് പ്രീവിയസ് വേർഷൻ കമ്പയർ ചെയ്യുന്നൊരു സമയത്ത് കുറച്ച് വിൻഡി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പൊക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് വേർഷൻ മൾട്ടിസ്ട്രാഡ കമ്പയർ ചെയ്യുന്നൊരു സമയത്ത് ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഐ ആം നോട്ട് കംഫർട്ടബിൾ യൂസിങ് ദിസ്. അപ്പം പൊക്കുന്നതും താത്തുന്നതും ഭയങ്കര എളുപ്പമാണ്. ദറ്റ്സ് എ പോയിൻറ്റ്. അപ്പം പണ്ടത്തെ മൾട്ടിസ്ട്രാഡ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിമുട്ട പുഴുങ്ങലായിരുന്നു. ഇപ്പോഴത്തെ മൾട്ടിസ്ട്രാഡ എന്ന് പറയുന്നത് കോഴിമുട്ട പുഴുങ്ങാൻ പറ്റുന്നില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന സംഭവങ്ങൾക്ക് ക്ഷതങ്ങളൊന്നും ഏൽപ്പിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. അതിന് വേറൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ലോ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് ഇതിന് സിലിണ്ടർ ഡീആക്ടിവേഷൻ ഉണ്ട്. അത് ഞാൻ പഴയ V4ൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടി V4ൻ്റെ അതായത് പുറകിൽ 2 സിലിണ്ടേഴ്സ് ലോവർ RPMൽ ആക്ച്വലി കിക്ക് ആവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പഴയ പനികാല V4 ആണെങ്കിൽ അത് 4 സിലിണ്ടേഴ്സ് ഇങ്ങനെ ഓണായി കിടക്കും. നമുക്കിപ്പം സിറ്റിയിൽ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് 4 സിലിണ്ടർ ഓണാവേണ്ട ആവശ്യമില്ല. അത് ചെറിയ RPMൽ പോകുന്നൊരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് അടിക്കുകയാണ്. അപ്പം പുറകിൽ 2 സിലിണ്ടേഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യും. അതും പുറകിൽ 2 സിലിണ്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക നേരെ താഴത്തുള്ള ആ സിലിണ്ടേഴ്സ് അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കാലിൻ്റെ തുടയിലേക്ക് അടിക്കുന്ന ആ ഒരു ഹീറ്റിംഗ് ആണ് മാറി കിട്ടുന്നത്. ഓപ്പൺ റോഡ്. ശരിക്കും പറഞ്ഞാൽ അതൊരു മോട്ടോ GP മൊമെൻ്റ് ആയിരുന്നു. ഇത് ഇങ്ങനത്തെ ഒരു റോഡിൽ വരുമ്പോഴേ ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ സ്പീഡൊന്നും ലീഗലാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിപ്പം കർണാടകയുടെ ഏതോ ഒരു ഭാഗത്തുള്ള ഒരു റോഡാണ്. അതായത് 120 എന്ന് പറയുന്ന ഒരു സ്പീഡല്ല. 120 കഴിയുമ്പോഴാണ് 6 ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെ. ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ 5th ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു 160 to 200 km/h ട്രിപ്പ് അടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീഡിൽ. ഇതൊരു പക്ഷേ ഇന്ത്യയിൽ തന്നെ നമുക്ക് അങ്ങനെ പോസിബിളായി ചെയ്യാൻ പറ്റുന്ന വരില്ല. അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത്. പിന്നെ ഒരു 200-240 വരെയൊക്കെ കയറും. 240ക്ക് മേലെ കയറുന്നു തോന്നുന്നു. ഞാൻ ഒരു 240 ആണ് ഒരിക്കൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വലി ഒരു റൈഡിംഗ് പോസ്ചർ എന്ന് പറയുന്നത് കുറച്ചൊന്ന് സ്പോർട്ടിയറാണ്. അത് വേണം ആക്ച്വലി. ഇതൊരു സ്പോർട്സ് സ്റ്റോറിംഗ് മെഷീനാണ്. ഇത് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിരുന്നെങ്കിൽ നമ്മൾ പറന്നു പോകുമായിരുന്നു. പിന്നെ പില്ലിയനെ വെച്ച് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എൻ്റെ പില്ലിയൻ കയറിയ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു ഇത് ശരിയാവില്ല, ഇത് നടപടിയാവുന്ന രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർ ഔട്ട്പുട്ടാണ്. അപ്പം അത് നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ ത്രോട്ടിൽ ചെയ്യാൻ. അപ്പം ഭയങ്കര ജേർക്കിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പില്ലിയനും അത്രത്തോളം കംഫർട്ടബിൾ ആവില്ല. പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്, ഭയങ്കര ഈസിയാണ്. ഈ ഒരു സീറ്റ് ലോഡ് സീറ്റ് ഹൈറ്റ് വന്നതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഈ ഒരു ബൈക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ടത്. കാരണം ഭയങ്കര സന്തോഷമാണ് എനിക്ക് വേണ്ടി ഓടിക്കുക. എവിടെയും കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ്. ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ ആസച്ച് ഈ ഒരു ഡോമിൻ്റെ താഴത്ത് എന്താണുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ സിറ്റിയിൽ ഓടിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു കുറച്ചൊരു വലിയൊരു കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിൽ പോയി ഇടിച്ച് നമ്മൾ വീഴുമായിരിക്കും. അപ്പോൾ അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മൾട്ടീൻ്റെ എൻഡ്യൂറോ ഓടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും പേടിയാണ്. അതിനെ കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് ഇതിന് അത്രയും ഒരു ഭയാനകമായിട്ടുള്ള ഒരു സൈസില്ല. മൾട്ടി എൻഡ്യൂറോ ആക്ച്വലി ഓടിച്ചു തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് അത്രത്തോളം ഒരു എന്താ പറയുക വലിയ വണ്ടിയായിട്ട് തോന്നില്ല. ഇതും അതുപോലെ തന്നെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ വണ്ടി ഓടിച്ചുകൊണ്ടാകാൻ ഇഷ്ടമാണ്. ഇടയ്ക്ക് ചെറിയ വണ്ടി ഓടിക്കാനും ഇഷ്ടമാണ്. പക്ഷേ വലിയ വണ്ടികളോടാണ് എനിക്കൊരു താല്പര്യം. ഹൈവേയിൽ പോകുന്നൊരു സമയത്ത് നമുക്കൊരു നല്ലൊരു കമാൻഡിങ് ഫീൽ കിട്ടും വലിയ വണ്ടികൾ ഓടിക്കുന്നൊരു സമയത്ത്. നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി, ആ ഒരു കാര്യം നമുക്ക് ഈ വണ്ടീനും കൂടെ ചെയ്യാൻ പറ്റും. എന്നാൽ ഒന്നും കൂടെ ഓപ്പൺ റോഡ്. കോർണേഴ്സ് എടുക്കാനും ബുദ്ധിമുട്ടില്ല. ചില സമയത്ത് ഇതൊരു സ്പോർട്സ് ടൂറിംഗ് മോട്ടോർ സൈക്കിളാണെന്ന് ഞാൻ മറന്നു പോകും. കാരണം അതുപോലെ കോർണർ ചെയ്ത് ഒരു സൂപ്പർ സ്പോർട്ട് പോലെയാണ് ഞാനിത് ഓടിക്കുന്നത്.
ഇതിൻ്റെ എർഗണോമിക്സ് എന്ന് പറയുന്നത് വളരെ നൈസാണ്. ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ സ്പോർട്ട് ആൾ അതിൽ നിന്ന് റിട്ടയർ ചെയ്ത് ടൂറിങ്ങിന് പോകണം. ഞാൻ എല്ലാം നിർത്തി, ഞാനൊരു എന്താ പറയുക ഒരു അമ്മാവൻ ലൈഫിലേക്ക് കയറുകയാണ്. അപ്പം എനിക്കൊരു വണ്ടി വേണം. അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ ദിസ് ഈസ് എ ബൈക്ക് ഫോർ യു. അമ്മാവൻ ബൈക്കാന്നല്ല പറയുന്നത്, വേറെ പല അമ്മാവൻ ബൈക്കുകൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇതല്ല മാഷ്, ഇതല്ല, ഇത് വേറൊരു സംഭവമാണ്. പലയിടത്തും കാണുന്ന സമയത്ത് ഇതിന് അമ്മാവൻ ബൈക്ക് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോൺ സ്മൂക്ക് യു ഓൺ റോഡ് ഫോർ ഷുവർ. പിന്നെ ഇതിന് ബ്രംബോൻ്റെ ബ്രേക്സാണ് വന്നുള്ളത്. എഗെയിൻ നമ്മളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്പോർട്ട് എന്നാണ്, അതായത് മോട്ടോ GP ലെവലിലുള്ള സാധനങ്ങളാണ് വീണ്ടും എടുക്കുന്നത്. ബ്രേക്കിംഗ് ഒക്കെ അപാരമാണ്. സൂപ്പർ സ്പോർട്ട് ബ്രംബോ ബ്രേക്കിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഇതിൽ ഒരു ചെറിയ വ്യത്യാസം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബ്രേക്കിംഗ് കുറച്ചുകൂടെ ഒന്ന് ഗ്രാജുവൽ ആക്കിയിട്ടുണ്ട്. ബ്രേക്കിംഗ് ബൈറ്റ് അടിപൊളി തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ഗ്രാജുവൽ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഡൈവ് പോകുന്നില്ല. ബാക്കിലൊരു വണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അത്രയും ഡൈവ് കാണിക്കാൻ. ഞാൻ ഭയങ്കരമായിട്ടൊരു ഡൈവ് പോകുന്നതായിട്ട് തോന്നുന്നില്ല, പക്ഷേ നല്ല രീതിയിൽ ബ്രേക്കിംഗ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ട്രാക്കിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് എക്സാക്ട്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് ആണ്. അത് നമുക്ക് ഗ്രാജുവലായിട്ട് ഇങ്ങനെ പിടിച്ച് ഭയങ്കര ബ്രേക്കിംഗ് ബാറ്റിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. പിന്നെ റെയർ ബ്രേക്ക് അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഓഫ് റോഡ് കയറുന്ന ഒരു സമയത്ത് കുറച്ച് ഒന്ന് റെയർ ലോക്ക് ചെയ്ത് ഒന്ന് സ്ലൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ നന്നായിരുന്നു. പിന്നെ ഓഫ് റോഡ് കൊണ്ടുപോകാൻ എനിക്ക് അത്രത്തോളം ഒരു കോൺഫിഡൻസ് തോന്നില്ല. അത് എന്താ പറയുക, റൈഡിങ് പോസ്റ്റർ കൊണ്ടല്ല, എണീറ്റ് വെക്കാനൊക്കെയാണെങ്കിൽ എങ്ങനെ എണീറ്റ് വെക്കാം. വൻ കാറ്റ് അകത്തേക്ക് പോകാം. അപ്പം എണീറ്റ് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല, പിന്നെ ഇതിന് എന്താ പറയുക ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യാത്ത പോലെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലാസ്റ്റിക്കും എല്ലാം പുറത്താണ്. ഈ ഒരു പ്ലാസ്റ്റിക് വീണ് കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊട്ടുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. അപ്പം അതുകൊണ്ട് മാത്രമാണ് കുറച്ചൊരു കോൺഫിഡൻസ് ഇഷ്യൂ തോന്നിയത്. അല്ലാതെ ബൈക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബൈക്ക് വാസ് ലൈക്ക് വാ നമുക്ക് പോകാം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു മോനെ ബാങ്കിൽ ഇപ്പം അത്രയും കാശില്ല, നമുക്ക് പിന്നെ പോകാം എന്ന് പറഞ്ഞു. പിന്നെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ തന്നെയാണ് വരുന്നതെങ്കിൽ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കെല്ലാം ബട്ടൺസിൻ്റെ മുകളിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ അഡാപ്റ്റീവ് ആയിട്ടുള്ള സസ്പെൻഷനും കൂടെ ആയതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഫുൾ ഇലക്ട്രോണിക് ലോഡാണ്, അതായത് കോർണറിങ് ABS, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ ഉണ്ട്, വേണമെങ്കിൽ ഞാനിട്ട് കാണിച്ചു തരാം. ക്രൂസ് കൺട്രോൾ ഓണാക്കി സെറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ 106 പോകുന്നത്. ഇപ്പം ആ ഫ്രണ്ടിലുള്ള വണ്ടി ആക്ച്വലി ഇപ്പം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബ്രേക്കാവും. അപ്പം ആ വണ്ടി ശരിക്കും നമ്മളെക്കാൾ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതാണ് പ്രശ്നം. ഞാൻ 123 ക്രൂസ് കൺട്രോൾ ഇട്ടിട്ടും 113 പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ സ്പീഡ് കൊണ്ടാണ്. ഞാൻ ഈ ലൈനിലേക്ക് വരികയാണ്, സ്പീഡ് കൂടി, ഞാനല്ല ത്രോട്ടിൽ ചെയ്തത്. പക്ഷേ നേരെ മറിച്ച് ഞാനിതാ വണ്ടിയുടെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് ചെയ്ത് തുടങ്ങി. കണ്ടോ, ഇതാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ഈ ലൈനിലേക്ക് വന്നു, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് മുന്നിലില്ല, നമ്മൾ പോവാണ്. പിന്നെ ക്രൂസ് കൺട്രോൾ എൻ്റെ ഒട്ടും ഫേവറേറ്റ് ഫീച്ചർ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് എവിടെ നിന്നാണ് ചാടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ഐ ഡോണ്ട് ലൈക്ക് ക്രൂസ് കൺട്രോൾ ദാറ്റ് മച്ച്. പിന്നെ ഈ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. സിറ്റിക്കകത്ത് ഇത് ഏത് നേരത്തും ഓണായി കിടക്കും. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് എല്ലാ വണ്ടിയിലും ഇങ്ങനെ വാങ്ങിച്ചിട്ട് കത്തിച്ച് വയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മറ്റേ കത്തിച്ച് വയ്ക്കുന്ന സാധനമല്ല, ഇത് ഇറ്റ് ഈസ് ദെയർ ഫോർ എ പർപ്പസ്. പിന്നെ സിറ്റിക്കകത്ത് കയറുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും ആൾക്കാർ വരുന്നതുകൊണ്ട് ഇത് ഓൾറെഡി ഓണായി കിടക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഓണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ബാംഗ്ലൂർ ഓൺ റോഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 37 lakhs ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടിയിട്ടുണ്ടാവും, 37 lakhs വേണമെങ്കിൽ നമുക്കൊരു വീട് വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാണ്, 37 lakhs വേണമെങ്കിൽ നമുക്ക് വീട് വാങ്ങാം. ബട്ട് ദ തിങ് യെസ്, ഇതെന്ന് പറയുന്നത് ഇതിനോട് പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു ബൈക്കാണ്. അപ്പം ഇത് സൂപ്പർ കാർസിൻ്റെയൊക്കെ ഏറ്റവും ഒരു ടോപ്പ് ലെവലിലൊക്കെ ഉള്ള കാർസ് ഉണ്ടല്ലോ, അതിനോടൊക്കെ കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ് മോട്ടോർ സൈക്കിൾ ലൈനപ്പിൽ നോക്കുകയാണെങ്കിൽ. കാരണം ഇതിനപ്പുറത്ത് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മോട്ടോ GP ബൈക്സാണത്, ടോറിംഗ് ബൈക്സിനകത്ത് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളൊരു ബൈക്കിനെ നമ്മൾ വിലയെ പറഞ്ഞ് നമ്മൾ ഡിഫെയിം ചെയ്യരുത് ഒരിക്കലും. കാരണം ഞാനത് നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. വണ്ടിയുടെ വില പറഞ്ഞ് കുറേ വണ്ടീനെ ഡിഫെയിം, ശരിയാണ്, വണ്ടിയുടെ വില മോശമാണെങ്കിൽ വണ്ടിയുടെ വില മോശമാണെന്ന് തന്നെ പറയണം. ബട്ട് ദ തിങ് ഇസ്, വണ്ടിയുടെ വില മാറ്റി നിർത്തിയിട്ട് നമുക്ക് അതിനകത്ത് ടെക് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഹൗ ഗുഡ് ദിസ് ഹാൻഡിൽ. ഇപ്പം മോശം വണ്ടിയാണ്, ഭയങ്കര വിലയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിനെ ബിച്ച് ചെയ്ത് കളയാം. പക്ഷേ ഒരു വണ്ടി ആ ഒരു ലെവലിലാണ് മേക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വില കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒന്ന് ആശ്ചര്യപ്പെടുത്തി. അതായത് 1 and 2 years സർവീസ്, അതും 15,000 kilometers. ഇതുപോലൊരു വണ്ടി എനിക്ക് തന്നു കഴിഞ്ഞാൽ ഈ 15,000 kilometers എന്ന് പറയുന്ന ഒരു 3 മാസം 4 മാസം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഒരു ഹൈവേ കയറി കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ബൈക്കാണ്. യുനോ ചെറിയൊരു ഓപ്പൺ റോഡ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഒരു 2 വർഷത്തിൽ ഒരിക്കൽ സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സർക്കാസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
പിന്നെ 15,000 കിലോമീറ്ററാണ് സർവീസ് ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന വാൾ ചെക്ക് സർവീസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എല്ലാവരും ഓമന പേരിട്ട് ഡെസ്മോ സർവീസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡെസ്മോ സിഡീസി എഞ്ചിൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പറയുന്ന വാൾ ക്ലിയറൻസ് ചെക്കിൻ്റെ സർവീസ് വരുന്നത് 60,000 കിലോമീറ്റേഴ്സിലാണ്. സോ അപ്പോൾ മാത്രമാണ് ഒരു ഹെവി സർവീസ് വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ ഡുക്കാട്ടി ഡെസേർട്ട് സ്ലെഡിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ 25,000 കിലോമീറ്റേഴ്സിലാണ് ഡെസ്മോ സർവീസ് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടും കാശ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ വണ്ടി പുതിയതായിട്ട് കിട്ടും. നമുക്ക് ആ എഞ്ചിൻ്റെ ഫീൽ എന്ന് പറയുന്നത് വേറെയാണ്. അവർ എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് റീബിൽഡ് ചെയ്ത് തന്ന പോലെ ഫീൽ ചെയ്യാം. അത് വണ്ടിക്ക് ഒരു ക്ഷീണമില്ല, ഒന്നുമില്ല. എങ്ങനെയായിരുന്നു ഡേ 1 അതുപോലെ നമുക്ക് കിട്ടും. എക്സെപ്റ്റ് സ്പ്രോക്കറ്റും കൂടെ അതിൻ്റെ കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പം എനിക്ക് അന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഡുക്കാട്ടി ആക്ച്വലി ആ ഒരു ചെയ്യുന്നൊരു കാര്യം നല്ലതാണ്, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ അഗെയിൻ എക്സ്പെൻസീവ്. ഇതിനകത്ത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. അതായത് കുടി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കുടിയനാണ് ഇവൻ. കുടിച്ച് ചാവെന്നൊക്കെ പറയുന്നത് അതുപോലത്തെ കുടിയാണ് ഇവൻ കുടിക്കുന്നത്. 30 ലിറ്റർ ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. അതായത് ഫ്യൂവൽ എഫിഷ്യൻസി എനിക്ക് തോന്നുന്നു സിംഗിൾ ഡിജിറ്റിലേക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഡുക്കാട്ടി ക്ലെയിം ചെയ്യുന്ന 15 മുതൽ 22 വരെ എന്നൊക്കെ പറയുന്നത്. 22 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഇതിന് മുകളിൽ കിട്ടണമെങ്കിൽ സ്വപ്നത്തിലായിരിക്കണം. അത് ഞാൻ ഇത് ഒരുമിച്ച് സ്വപ്നം കാണേണ്ടി വരും. 15 കിലോമീറ്റർ പെർ ലിറ്റർ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കൊന്ന് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദ തിങ് ഇസ്, ഇത്രയോ ഓടിച്ച് ഈ പറഞ്ഞ പോലെ മോശം മൈലേജ് കിട്ടുന്ന സമയത്ത് ബൈക്ക് എന്നോട് ചോദിക്കും, ചേട്ടാ നിങ്ങളല്ലേ ഇപ്പോൾ പൊളിച്ച് ഓടിച്ചത് ഓപ്പൺ റോഡ് എന്നൊക്കെ പറഞ്ഞത് 200-240 പോയത്. അപ്പോൾ ആ ഒരു ഫൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ 100% ഐ അഗ്രി ദാറ്റ് നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫൺ ദാറ്റ് വി ഹാവ് ഓൺ ദ ബൈക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമുല കിടക്കുന്നത്. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി മാത്രമാണ് സ്കെയർ ചെയ്യാവുന്നത്. കാരണം വലിയ ടാങ്ക് ആയപ്പോൾ ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തു നമുക്ക് കുറേ ദൂരം ഓടിക്കാം എന്നുള്ളത്. പക്ഷേ അത് പറ്റില്ല. അതൊരു കാര്യം. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസിൽ വരാൻ പോകുന്നത് ഇതിൻ്റെ റെയർ ടയറിൻ്റെ ലൈഫാണ്. കാരണം ബാക്കി എല്ലാ വണ്ടികളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റെയർ ടയർ എന്ന് പറയുന്നത് ടോർക്ക് കൊണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ റെയർ ടയർ പെട്ടെന്ന് കാലിയാവാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. സാധ്യതകളല്ല, എന്തായാലും ഉണ്ടാകും. കാരണം ഡെസേർട്ട് സ്ലെഡിനും ഇതേ അവസ്ഥയാണ് വരുന്നത്. അത് ടോർക്കി ബൈക്കിൻ്റെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല. കാരണം വേഴ്സസ് ഉണ്ട്, ഒരു സ്പോർട്സ് ടൂറിംഗ് ആയിട്ട് വേഴ്സസ് 1000. അതല്ലാതെ BMW S1000 XR ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുന്നൊരു സമയത്ത് ഞാൻ പറയുന്നത് വേഴ്സസ് എന്ന് പറയുന്നൊരു പ്രോപ്പർ ജാപ്പനീസ് ബൈക്ക്, ഒരു ഇന്നോവ പോലത്തെ ഒരു ബൈക്കാണെന്ന് വേണേൽ പറയാം. പക്ഷേ അതിൽ നിന്നും കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രത്തോളം ഒരു ഗുഡ് ഹാൻഡ്ലറോ അങ്ങനെയൊന്നും അല്ല. പക്ഷേ S1000 XR എന്ന് പറയുന്നത് ഒരു BMWൻ്റെ എന്താ പറയുക RR ഇന്നൊരു ടൂറിംഗ് ഫോർമാറ്റാണ്. അപ്പോൾ അതിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹാൻഡ്ലിംഗ് ഉണ്ട്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ഹാൻഡ്ലിംഗ് ഉണ്ട്, ആ ഒരു GP ബൈക്കിൻ്റെ ഒരു ഫീലും ഉണ്ട്. ഈ പോകുന്ന എല്ലാം സ്ക്രാംബ്ലേഴ്സാണ് ഡുക്കാട്ടിയുടെ. അപ്പോൾ ഇതിന് പകരം വയ്ക്കാൻ വേറൊരു ബൈക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അത്രയുമാണ് എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സ്പോർട്സ് ടൂറിംഗ് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഗ്രസീവ് ബൈക്കാണെന്ന് തന്നെ ഞാൻ പറയും. ഒരു സംശയമൊന്നുമില്ല. വേണേൽ ട്രിപ്പ് പോകുന്നൊരു സമയത്ത് നമുക്ക് പില്ലിയണി വെച്ച് പോകാം. നമ്മൾ കുറച്ചുകൂടി ജെൻറ്റിലായിട്ടുള്ള ത്രോട്ടിൽ ഉപയോഗിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.